ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം, നിങ്ങൾ ആരെങ്കിലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തി കടബാധ്യതകളിൽ പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഇങ്ങനെയുള്ള പല സ്ത്രീകളെയും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണമായത്. പല സ്ത്രീകളും വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്ന സ്ത്രീകൾ വീട്ടിലെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഇന്ന് കുടുംബശ്രീ അങ്ങനെയുള്ള കുറേ സംഘടനകളുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. നമ്മൾ അവിടെ നിന്നും കടമെടുത്ത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയായിട്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്ത് വീട്ടിൽ ഉള്ളവരെ സഹായിക്കാനാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കൾ എവിടെയെങ്കിലും പഠിക്കാൻ, നല്ല ഉന്നതമായ നിലയിലൊക്കെ നമ്മൾ പഠിക്കാൻ വിട്ടതിന് ശേഷം അവർ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടരുത്. മറ്റുള്ള കുട്ടികൾ ജീവിക്കുന്നത് പോലെ അവർ ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളാൽ ചെയ്യുന്ന കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോലിയൊന്നുമില്ലല്ലോ, വീട്ടിൽ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളല്ലേ. അപ്പോൾ നമ്മൾ കടമെടുത്ത് അവരെ സഹായിക്കും. അതുപോലെ തന്നെ ഭർത്താവിനെ എല്ലാം കൂടെ നടത്താനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളോർക്കും പൈസ ഉണ്ടല്ലോ, അവിടെ ഇച്ചിരി കടമെടുത്ത് കൊടുക്കാം. അങ്ങനെ പല പ്രാവശ്യമായിട്ട് നമ്മൾ കടങ്ങളെടുത്ത് നമ്മുടെ തലയിൽ ബാധ്യതകൾ ഏറിക്കൊണ്ടേയിരിക്കും. ഇത് വീട്ടാനുള്ള മാർഗം നമുക്കോട്ട് ഇല്ലതാനും. പിന്നെ കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പലിശ അടച്ചടച്ചിങ്ങനെ പോകും. കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ബാധ്യതയായിട്ട് നമ്മുടെ തലയിൽ വന്നു ചേരും. അപ്പം നമുക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? ഇനി എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തണം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു ജോലി അന്വേഷിച്ച് പോകും. നമുക്ക് കിട്ടുന്ന എത്രയാണ്? 7,000 അല്ലെ 8,000 അല്ലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10,000 രൂപ. അപ്പം നമ്മൾ രാവിലെ നമ്മുടെ വീട്ടിലെ സർവ്വ പണികൾ ഒതുക്കി ഭർത്താവിൻ്റെ മക്കളുടെയും കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ ഒരു നേരം കഴിച്ചില്ലേ നമ്മൾ ഓടിപ്പോയി പാഞ്ഞു പോവുക ജോലിക്ക്. അവിടെ ചെന്ന് കഠിനമായിട്ട് പണി ചെയ്ത് വൈകിട്ട് വന്ന് വീണ്ടും നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് നമ്മൾ ഒരു മാസം തള്ളി നീക്കി, ഒരു മാസം കഴിഞ്ഞ് ശമ്പളം കിട്ടി അതിങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ കുറച്ച് കടം വീട്ടി, പലിശ അടച്ചു, വീട്ടിൽ ഇച്ചിരി അല്പസ്വല്പമൊക്കെ കൊടുത്തു. വീണ്ടും ഇതുപോലെ തന്നെ മാസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമുണ്ടായി? നമുക്ക് എന്തെങ്കിലും മിച്ചമുണ്ടോ? ഒരു വർഷം നമ്മൾ ജോലി ചെയ്തു, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടോ? ഈ കണക്കിന് പോയി ഒരു 10 കൊല്ലം ജോലി ചെയ്താൽ നമ്മുടെ കയ്യിൽ വല്ല മിച്ചമുണ്ടോ? കടങ്ങൾ വീട്ടാൻ പറ്റുമോ? ഈ തുച്ഛമായ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ ചോദിക്കും, അമ്മ എന്തിനാ ആവശ്യമില്ലാതെ ഈ കടമെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചേ? അമ്മയോട് ആരോട് പറഞ്ഞ കടം ഉണ്ടാക്കി വെക്കാൻ? ഭർത്താവ് ചോദിക്കും, നീ ഇത്ര നാളും ജോലിക്ക് പോയിട്ട് ഈ പണമെല്ലാം നീ എന്തോ ചെയ്തു? നീ കടം വീട്ടാനോ? നിന്നോട് ആര് പറഞ്ഞ് കടമെല്ലാം കൂടെ ഉണ്ടാക്കാനോ? നീ എന്തോ ചെയ്തതാ ഈ കടമെല്ലാം വാങ്ങിച്ചിട്ട്? സത്യത്തിൽ ഈ സ്ത്രീകൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജോലിക്ക് പോയിട്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടായി? 10 പൈസയുടെ സേവിങ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരു സ്ത്രീകളും ചെയ്യാതിരിക്കുക. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ അംഗീകരിക്കാൻ കഴിയാത്ത ഇടത്ത് നമ്മളിങ്ങനെ വെറുതെ കഷ്ടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം നമ്മൾ ഓരോ വർഷം ചെല്ലുന്തോറും, ഞാൻ ഈ 45 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം കളയുമ്പോൾ നമ്മൾ എന്ത് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് പറ. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമുക്ക് 45 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് 60% നമ്മുടെ ആയുസിൻ്റെ പോയി കിട്ടി. ബാക്കി എത്ര ശതമാനമുണ്ട്? നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കും? അതിൽ നമ്മൾ എന്ത് സന്തോഷം കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ? ശരിയല്ലേ? നമുക്കൊരു നല്ല ഡ്രസ്സ് വാങ്ങിക്കാനോ, അല്ലെ നമുക്കൊരു എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകാനോ, അല്ലെ നല്ലൊരു അമ്പലത്തിൽ പോകാനോ നമ്മളെല്ലാം മാറ്റി വെക്കും. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനമാകുമ്പം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കിട്ടിയെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി ആലോചിച്ച് നോക്കി. ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്നും പറയുന്നത് പോലെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള
അബദ്ധങ്ങൾ സ്ത്രീകൾ ചെയ്യരുത്. നമുക്ക് കൊടുക്കാൻ വരുമാനമുണ്ടെങ്കിൽ മാത്രം കടബാധ്യതകൾ ഏൽക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവസാനം ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ചില സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാനൊക്കെ തുടങ്ങുന്നത്. കാരണം അവർക്ക് കടം വീട്ടാനുള്ള യാതൊരു മാർഗവും മുന്നിലില്ലാതെ വരുമ്പോഴാണ് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത കടങ്ങൾ വലിച്ചു വെക്കാൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് വേണ്ടി കുറേ സമയം മാറ്റിവെക്കുക. നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, ആരും കാണത്തില്ല. സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദിവസം 1 മണിക്കൂറെങ്കിലും ചിലവഴിക്കണം. യോഗ, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഇതെല്ലാം ചെയ്യുകയും വേണം. അതിനൊപ്പം നമുക്ക് മനസ്സിന് സന്തോഷം കണ്ടെത്താനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എനിക്ക് ഒരുപാട് സ്ത്രീകളെ അറിയാം. അവർ ഇതുപോലെ ജീവിതത്തിൽ വളരെ വളരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഏറ്റോടി വന്ന് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അന്നേരം അവരെ നോക്കാൻ ആരുമില്ല. മക്കളൊക്കെ അവർ ജോലി തേടി അവരുടെ ഭാവി നോക്കി അങ്ങ് പോകും. പിന്നെ ഈ സ്ത്രീകൾ കിടന്നിങ്ങനെ വലയുക. പ്രായമായി കഴിഞ്ഞ് അവരുടെ കയ്യിൽ 10 രൂപ എടുക്കാനില്ലാതെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ചാനൽ തുടങ്ങി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. നാളെ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.